പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പരമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, രസകരമായ ജീവിത സാഹചര്യങ്ങൾ ജീവിക്കുന്ന എല്ലാവരെയും, ഓരോരോ മക്കളെയും കർത്താവെ നീ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഈ പ്രാർത്ഥന, നിൻ്റെ നാമത്തിലെ പ്രാർത്ഥന, 39 വർഷത്തെ പൗരോഹിത്യത്തിൻ്റെ അറിവടയാളങ്ങളിലൂടെ ഞാൻ ആവഹിച്ച ആധ്യാത്മിക ജ്ഞാനങ്ങളെ അങ്ങയുടെ മക്കൾക്ക് കൈമാറിക്കൊണ്ട് ഓരോ ദിവസവും ഞങ്ങൾ ഡെയിലി ബ്രെഡിലൂടെ ജീവിതം ആരംഭിക്കുകയാണ്. കർത്താവേ, ഈ പ്രാർത്ഥനയുടെ ശക്തി ഞങ്ങളിന്ന് തിരികെ വരുന്നത് വരെ ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറി നിൽക്കാനും കടുത്ത ദൈവസ്നേഹത്താൽ ഞങ്ങൾ പരിപൂർണ്ണ നിശബ്ദരായി തീരുവാൻ, ദൈവസ്നേഹത്തിൻ്റെ ആന്തരികതയിൽ ഞങ്ങൾ മതിമറന്നുകൊണ്ട് നിന്നോട് ഐക്യദാർഢ്യപ്പെട്ടുകൊണ്ട് ഓരോ നിമിഷവും നിൻ്റെ മുറിവുകൾ ഈശോമിശിഹായി സിലിയാൻ തറക്കപ്പെട്ട കർത്താവിൻ്റെ തിരുമുറിവുകളെ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിച്ചുറപ്പിക്കുന്ന ഈ ദിവസങ്ങൾക്ക് ആവശ്യമായ ദൈവസ്നേഹത്താൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് സർവീസിലെ നീക്കും. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ,
നമ്മുടെ ജീവിതത്തിലെ ആരാധനാക്രമ ജീവിതം, നമ്മുടെ ലിറ്റർജിക്കൽ ലൈഫ്, ഒത്തിരിയേറെ അനുഷ്ഠാനങ്ങൾ, വളരെ വളരെ അർത്ഥഗംഭീരമായ അനുഷ്ഠാനങ്ങളിലൂടെ നമ്മൾ എല്ലാ ആചാരങ്ങളും അർത്ഥമറിഞ്ഞാൽ അത് സദാചാരമായി മാറും. അർത്ഥമറിഞ്ഞില്ലെങ്കിൽ അത് അനാചാരമായി മാറും. യഹൂദ ജനത അവരുടെ ഭവനങ്ങളിൽ പെസഹ അനുസ്മരിക്കുമ്പോൾ ഒരു കുഞ്ഞുകുട്ടി കാരണവരോട് ചോദിക്കും, വൈ വി ആർ ഡൂയിങ് ദിസ്, എന്തുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്, എന്താണ് നമ്മൾ ചെയ്യുന്നത്? അത് ഒരു പാരമ്പര്യമായ അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായിട്ടൊരു കുഞ്ഞ് ചോദിക്കുന്നതാണ്, ഇന്നും ചോദിക്കുന്നുണ്ട് യഹൂദ ഭവനങ്ങളിലെ. അപ്പോൾ ഗ്രാൻഡ് ഫാദർ പറഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ അപ്പനാ ഉണ്ടെങ്കിൽ അപ്പനത് മകനോട് പറഞ്ഞു കൊടുക്കും. നമ്മുടെ പിതാക്കന്മാർ ഈജിപ്തിലൂടെ കടന്നു പോന്നു. അപ്പോൾ സംഹാരദൂതൻ അവരെ കടന്നുപോയി. നമ്മൾ മുറപ്രകാരം പെസഹ അരളിച്ചതുപോലെ ഭക്ഷിച്ചുകൊണ്ടിരുന്ന സമയത്ത് സംഹാരദൂതൻ കടന്നുപോയി. കുഞ്ഞാടിൻ്റെ രക്തത്തിലെ കൈമുക്കി പെസഹ ആചരണത്തിൻ്റെ ഭാഗമായി കള്ളപ്പാടിൽ മുക്കിയ ആ ചുവന്ന കൈമുദ്ര കണ്ടപ്പോൾ സംഹാരദൂതൻ നമ്മളെ സംഹരിക്കാതെ കടന്നു പോവുകയും നമ്മുടെ ശത്രുക്കളെ നിഹരിക്കുകയും ചെയ്തു. അങ്ങനെയാണ് നമ്മൾ സ്വാതന്ത്ര്യത്തോടെ കർത്താവിൻ്റെ വാഗ്ദാന നാട്ടിലോട്ട് വന്നത്. അപ്പം അത് ഭയങ്കരമായൊരു ഒരു കുഞ്ഞിൻ്റെ ചോദ്യത്തിലാണ് വരണം ആ ചോദ്യം. അപ്പോൾ എല്ലാ അനുഷ്ഠാനങ്ങൾക്കും ഒരു ചോദ്യം ഒരു കുഞ്ഞ് നമ്മുടെ ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മോട് ചോദിക്കണം. നമ്മൾ ആ ചോദ്യം അതേ ഭയങ്കര രസകരമായ ചോദ്യമാണ്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. പുറപ്പാട് 12:26-27. ഇതിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങളുടെ മക്കൾ ചോദിക്കുമ്പോൾ പറയണം, ഇത് കർത്താവിന് അർപ്പിക്കുന്ന പെസഹ ബലിയാണ്. അവിടുന്ന് ഈജിപ്തിലുണ്ടായിരുന്ന ഇസ്രായേൽക്കാരുടെ ഭവനങ്ങൾ കടന്നുപോയി. ഈജിപ്തുകാരെ സംഹരിച്ചപ്പോൾ അവിടുന്ന് ഇസ്രായേൽക്കാരെ രക്ഷിച്ചു. അപ്പോൾ ജനം കുമ്പിട്ട് ദൈവത്തെ ആരാധിച്ചു. ഫറവോയുടെ കാലത്തുണ്ടായിരുന്ന അവരുടെ സ്വാതന്ത്ര്യത്തിൻ്റെ അനുഭവങ്ങളാണ്. അത് പെസഹയായിട്ട് അവരെന്നും ആരാധിച്ചിരിക്കും. അങ്ങനെ ഒരു പെസഹക്കാലത്താണ് യഥാർത്ഥ ദൈവത്തിൻ്റെ കുഞ്ഞാടായ ഈശോ അപ്പോസ്തലന്മാരുടെ കൂടെ പെസഹ ആചരിക്കാൻ വേണ്ടി അന്തത്താഴ തിരുവത്താഴ ശാലയിലേക്ക് കടന്നു ചെല്ലുന്നതാണ്. അവിടെ ഒരു ചോദ്യമുണ്ട്. എന്താണ് ചോദ്യം? ലൂക്ക 22:11-13 വരെ. ആ വീടിന്റെ ഉടമസ്ഥനോട് പറയുക, ഗുരു നിന്നോട് ചോദിക്കുന്നു, എന്റെ ശിഷ്യന്മാരോട് കൂടെ ഞാൻ പെസഹ ഭക്ഷിക്കുന്നതിനുള്ള വിരുന്നുശാല എവിടെയാണ്? സജ്ജീകൃതമായ ഒരു വലിയ മാളിക മുറി അവൻ നിങ്ങൾക്ക് കാണിച്ചു തരും. പെസഹ ഭക്ഷിക്കുന്നതിന് ആ മാളിക മോള് ഇന്ന് സജ്ജീകൃതമാകും. പിന്നെ വിരുന്നുശാല കുറേ മറ്റ് വീടുകളിൽ നിന്നൊക്കെ എല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരു ആംബിയൻസ് അവിടെ ക്രിയേറ്റ് ചെയ്യണത്. അത് ഇന്നും അങ്ങനെ തന്നെയാണ്. സഭയിലെ അപ്പം മുറുക്കെ ശുശ്രൂഷ നടത്തുന്നതിന് പ്രത്യേകമായ ഒരു സ്ഥലവും സജ്ജീകൃതമായ സ്ഥലവും അതിനുവേണ്ടി മാത്രമുള്ള സ്ഥലമാണ്. അതുകൊണ്ടാണ് ബിഷപ്പിൻ്റെ പ്രത്യേക അനുവാദം വാങ്ങിക്കാതെ നിങ്ങൾ വീടുകളിൽ കുർബാന അർപ്പിക്കരുന്ന കാനലൂരുള്ളത്. കാര്യം അത് അത്രയും അതിഭൗമവും അതേപോലെ ദൈവികവുമായ ഒരു വലിയ ശുശ്രൂഷയ്ക്ക് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സ്ഥലം, അതിനുവേണ്ടി മാത്രം ഒരുക്കിയ സജ്ജീകൃതമായ സ്ഥലം. അതിൻ്റെ പാരമ്പര്യമാണ് സഭ അനുവർത്തിച്ചു പോരുന്നത്. ഞാൻ പറഞ്ഞതിൻ്റെ എൻ്റെ വിഷയം അതല്ല. എൻ്റെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയും ഒരു ചോദ്യം ചോദിക്കും. എവിടെയാണ്? എന്തൊക്കെ ചോദ്യങ്ങൾ അതിൻ്റെ അകത്തുള്ളത്? വായിച്ചേ. ഗുരു നിന്നോട് ചോദിക്കുന്നു, എന്റെ ശിഷ്യന്മാരോട് കൂടെ ഞാൻ പെസഹ ഭക്ഷിക്കുന്നതിനുള്ള വിരുന്നുശാല എവിടെയാണ്? അതായത് ഇതുപോലെ ഓരോ അനുഷ്ഠാനങ്ങൾ ചെയ്യുമ്പോൾ അതിനുവേണ്ടി പ്രത്യേകമുള്ള ശാല,
എവിടെയാണെന്നുള്ള ചോദ്യം പോലെ തന്നെയാണ് ഒരു ചോദ്യം. ഈ ചോദ്യത്തിനെല്ലാം ഒരു ക്യാപിറ്റൽ ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണ്? വശാന പാടി എതിരേറ്റ് കഴുതക്കുട്ട പുറത്ത് ഇരുന്നുകൊണ്ടാണ് ഈശോ ശരിക്കും പറഞ്ഞാൽ ഈ പെസഹാശാലയിലേക്ക് ഒരാഴ്ച മുമ്പ് വന്നത്, ജെറുസലേമിലേക്ക്. അന്ന് ഒരു ചോദ്യമുണ്ട്. അന്നത്തെ ചോദ്യം എന്താണ്? ലുക്ക 19:33-34. അവർ കഴുതക്കുട്ടിയെ അഴിക്കുമ്പോൾ അതിന്റെ ഉടമസ്ഥർ അവരോട് നിങ്ങൾ എന്തിനാണ് കഴുതക്കുട്ടിയെ അഴിക്കുന്നത് എന്ന് ചോദിച്ചു. കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ടെന്ന് അവർ പറഞ്ഞു. അറിവാണ് ആചാരങ്ങൾ സദാചാരമാക്കുന്നത് ഞാൻ പറഞ്ഞു. നമ്മൾ അൾത്താറയിൽ നടക്കുന്ന അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ പങ്കെടുക്കുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾക്ക് തന്നെ അറിയുകയും അത് നമ്മുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുകയും. കാര്യം ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ ഭയങ്കര അപകടകരമായ ഒരു കാലമാണ്. കാര്യം എല്ലാവരുടെ കയ്യിലും പണ്ടത്തെ ദുഃഖ വെള്ളിയാഴ്ചകളില്ലായിരുന്ന സാധനമാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത്. എന്താണ്? മൊബൈൽ. അതുമേ ചവർ കണക്കിന് സാധനങ്ങളല്ലേ വരണത്. നമ്മുടെ ഭക്തിയോ വിശുദ്ധിയോ ഒന്നും മാനിക്കാത്ത എന്തെല്ലാം കണ്ടൻറ്റുകളാണ് വന്നത്. ദുഃഖ വെള്ളിയാഴ്ച ആണെങ്കിൽ പോലും നമ്മൾ ഇത് നോക്കിക്കൊണ്ടിരിക്കാൻ ചില സമയത്ത് അറിയാം, നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പണ്ടത്തേനേക്കാൾ ചതിക്കുഴികൾ കൂടുതലുള്ളൊരു കാലഘട്ടമായത്. അതുകൊണ്ട് ദൈവസ്നേഹം ഉണ്ടെങ്കിൽ അതില്ലെങ്കിൽ നിങ്ങൾ തീരുമാനം എടുക്കണം. പിന്നെ എനിക്ക് നിങ്ങളൊരു കാര്യം പറയണ്ടേ, നിങ്ങൾ ഈ ദിവസങ്ങളിൽ ഇന്ന് തന്നെ ഒരു മെഴുകുതിരി കത്തിക്കണം വീട്ടിൽ. നമ്മുടെ ഉടമ്പടി തിരിയൊന്നും എടുത്ത് കത്തിച്ചേക്കരുത്. അല്ലാതെ ഒരു വെള്ളത്തിരി കത്തിച്ച് വെച്ചിട്ട് ഇടയ്ക്ക് വന്ന് ഒരു മനസ്താപനം ചൊല്ലിട്ട് പോകണം. 2 മണിക്കൂർ കൂടുമ്പോഴായാലും മതി. സമയം കിട്ടുമ്പോൾ കർത്താവിൻ്റെ പീഡാസഹനത്തിൻ്റെ ഭാഗങ്ങളൊന്ന് വായിക്കണം. യോഹന്നാൻ്റെ 17-ാം അധ്യായം ഒക്കെ. അപ്പം നിങ്ങൾ തന്നെ അറിയാതെ ഒരു ദൈവസ്നേഹത്തിൻ്റെ അന്തരീക്ഷത്തിലാകും. പിന്നെ ആരോടും വഴക്കിടാൻ നിൽക്കരുത്. നീരസം ഉണ്ടാകാൻ നമുക്ക്, പക്ഷെ നിങ്ങളത് പ്രകടിപ്പിക്കരുത്. കാര്യം കർത്താവ് ഒത്തിരിയേറെ നീരസങ്ങൾ അനുഭവിച്ചു. അപ്പം അതിൻ്റെ കൂടെ അങ്ങോട്ട് കൂട്ടി വെച്ചേക്കണം. എന്നിട്ട് കർത്താവിനെ പോലുള്ള എന്തെങ്കിലും ക്ലേശങ്ങൾ ഉണ്ടാകണമെന്ന്. അപ്പോൾ നമ്മൾ നവിശുദ്ധരാകുകയും ആ ക്ലേശങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും അപ്പോൾ നമ്മളും കർത്താവ് അനുഭവിച്ച വേദനകളെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് കിട്ടുന്നതെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചിട്ട് അതിനെ എല്ലാത്തിനെയും പരമപിതാവ് ഈശോ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി കാഴ്ചവെച്ചതുപോലെ ലോകത്തിൻ്റെ തിന്മകൾക്കും ദൈവത്തെ അറിയാത്ത തരത്തിലുള്ള അഹങ്കാരത്തിനും ദൈവത്തെ അറിയാൻ പോലും ആഗ്രഹിക്കാത്ത മനുഷ്യൻ്റെ പ്രമത്തതയ്ക്കും എല്ലാം ഓർത്ത് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും എല്ലാവരും കർത്താവിനെ അറിയാൻ സാധിക്കുകയും ചെയ്യണം. ജനം അതിവേഗം മറുകര കടന്നു. ജനം അതിവേഗം മറുകര കടന്നു. ജനം കടന്നു കഴിഞ്ഞപ്പോൾ കർത്താവിന്റെ പേടകം വഹിച്ചുകൊണ്ട് പുരോഹിതന്മാരും നദി കടന്ന് അവർക്ക് മുമ്പേ നടന്നു. മനോഹരമായ ഒരു വെളിപാട് കർത്താവ് നൽകിയത്. ഇപ്പൊ ശിശുവിന്റെ പരിശുദ്ധാത്മ എന്താണെന്നറിയാവോ? ഈ വെളിപാടിന്റെ പുസ്തകത്തിലെ 21:4 അല്ലേ, അവിടുന്ന് അവരുടെ കണ്ണീരെല്ലാം തുടച്ചു നീക്കി. അത് ഈ 12-ന്റെ 11-ന്റെ 19 വാഗ്ദാനപ്പെടുകയും കാണായി. പിന്നെ എന്താ സംഭവിക്കുന്നത്? കണ്ണീരെല്ലാം തുടച്ചു നീക്കി. അതിൻ്റെ മുന്നാസ്വാദനമാണ് ഭൂമിയിൽ സംഭവിച്ചത്. എന്താണ്? അവസാനത്തെ ജനം ഈ കണ്ണീരിൻ്റെ കാലത്തുനിന്ന് ഈ ദേശത്തുനിന്ന് കടന്നു പോകുമ്പോഴും വാഗ്ദാന പേടകവും പുരോഹിതന്മാരുമായി ജനത്തിൻ്റെ പുറകിൽ നിന്നു എപ്പോഴും മുമ്പിൽ നിന്ന് നയിക്കുന്ന ദൈവത്തിൻ്റെ ചൈതന്യം അവസാനത്തെ കുഞ്ഞിനെപ്പോലും രക്ഷപ്പെടുത്താൻ നിൻ്റെ പുറകിലുണ്ടാകുന്ന ചൈതന്യം, ദൈവ ചൈതന്യം, ദാറ്റ് ഈസ് ആർക്ക് ഓഫ് ദി കവനന്റ്, വാഗ്ദാന പേടകം. കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. നമ്മുടെ പിതാവായ എബ്രാഹാം, പിതാവായ യാക്കോബ് ഒരിക്കലേ തകർന്നു പോയപ്പോൾ, തൻ്റെ എളി ഒടിഞ്ഞപ്പോൾ അപ്പായെ കെട്ടിപ്പിടിച്ചോട്ട് പറഞ്ഞൊരു വാക്കുണ്ട്. അപ്പാ, ഞാൻ അറിയാൻ പാടില്ലാതെയാണ് ഈ രാത്രി മുഴുവനും ബൾബൾപ്പെടുത്തി നടത്തിയത്. ഇപ്പോഴെനിക്ക് മനസ്സിലായി. എനിക്കൊന്നേ പറയാനുള്ളൂ, എന്നെ അനുഗ്രഹിക്കാതെ നിന്നെ ഞാൻ വിടത്തില്ലെന്ന്. അവസാനത്തെ കുഞ്ഞിനെ വരെ അനുഗ്രഹിച്ചതിന് ശേഷമാണ് വാഗ്ദാന പേടകം
രൂപമേക്കേറ്റ് സ്വർഗത്തിലെ സംപൂജ്യമായ സ്ഥാനത്ത് വിരാജിക്കണത്. ഇത് ബൈബിൾ ചെയ്യുക ടുണ്ണി ചെയ്തതാണ്. വെച്ചാൽ നമുക്ക് ബൈബിൾ പറയാതെ പറയുന്ന വാക്കെന്താണ്? കണ്ണീരെല്ലാം തുടച്ചു നീക്കി ഇനി മരണമില്ലെന്ന്. അത് പറയണ വാക്കിന് അവസ്ഥ ആരംഭിക്കണ എവിടെയാണ്? അവസാനത്തെ കുഞ്ഞ് കടന്നു പോകുന്നവരെ വാഗ്ദാനപ്പെടും പുരോഹിതന്മാരും ജോർദാൻ കണ്ണീരിൻ്റെ ഒരു നദിയാണ്. ഈ കണ്ണുനീര്, എൻ്റെ ദൈവപൈതലേ, നിനക്ക് കണ്ണീരുണ്ടെങ്കിൽ നിന്റെ മുമ്പിലും പിമ്പിലും കർത്താവിന്റെ സാന്നിധ്യമുണ്ട്. കൈകടിച്ച് ശ്രദ്ധിക്കട്ടെ. നമ്മുടെ സാധാരണ പ്രാർത്ഥനയും ഉടമ്പടിയും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ഉടമ്പടി ബേസ് ചെയ്തിരിക്കുന്ന വാഗ്ദാന പേടകത്തെയാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യവും സംവിധാനവുമാണ് വാഗ്ദാന പേടകവും. അതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഏത് ജാതിയായാലും ഏത് മതമായാലും അവസാനത്തെ കുഞ്ഞ് രക്ഷപ്പെടുന്നവരെ നിൻ്റെ പിറകിലെ സാന്നിധ്യമായി. അത് ദൈവത്തെ ആരെല്ലാം സത്യസന്ധമായി അനുഭവിച്ചിട്ടുണ്ടോ അവിടെ അനുഭവമാണത്. എന്താണ്? അവസാനത്തെ നമ്മുടെ പിന്നിൽ നമുക്ക് ആശ്രയമില്ലാത്ത സ്ഥലമാണ്, അവലംബമില്ലാത്ത സ്ഥലമാണ്, നമുക്ക് പിന്തുണയില്ലാത്ത സ്ഥലമാണ്. നമ്മുടെ പിന്നെങ്കിൽ അവിടെ നിനക്ക് വേണ്ടി സന്ധിക്കാൻ നിൽക്കണം നിന്റെ ദൈവമാണ്. പരമദിവ്യകാരുണ്യത്തിന് അപ്പൊ നിന്റെ കണ്ണുനീര് തുടച്ച് മാറ്റുന്നത് വരെ നിന്റെ മുൻപിലും പിന്നിലും നിന്നുകൊണ്ട് വിടാതെ നിന്നെ കാക്കുന്ന ചൈതന്യമാണ് ഉടമ്പടിയുടെ ചൈതന്യം. അതുകൊണ്ടാണ് നീ അതിനോട് വിശ്വസ്തത കാണിക്കണമെന്ന് ഞാൻ എപ്പോഴും പറയുന്നത്. ഐസയ 30:21 നേരത്തെ വായിച്ചു. പിന്നിൽ നിന്നൊരു കേൾക്കും. എല്ലാവരുടെയും അനുഭവം പിമ്പിലുള്ള സാന്നിധ്യമാണെങ്കിൽ നമുക്ക് സൈന്യത്തിന് സപ്പോർട്ടും പിന്തുണയും സംരക്ഷണം ഇല്ലാത്ത ഇടങ്ങളിൽ കൂടി നമ്മളെ സഹായിക്കാൻ നമ്മുടെ ദൈവമേ ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ടാണ് ദാവീദ് പറയണത് എന്താണ്? ജീവിതകാലം മുഴുവൻ ഉണ്ടാകും. എനിക്ക് ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു ഒക്കേഷനിലല്ല നിനക്ക് കണ്ണീരുണ്ടായി, നീ ദൈവത്തെ ഇട്ടച്ചും പോകും. കുറച്ച് നിന്റെ കണ്ണീര് തീരുമ്പോൾ നിന്റെ ജോലി കിട്ടി കഴിയുമ്പോൾ നീ ദൈവത്തെ ഇട്ടച്ചും പോകും. ചില പറഞ്ഞില്ല, ഞാനിപ്പോൾ ഇങ്ങോട്ടൊന്നും വരാറില്ലായിരുന്നു. ആദ്യം ഒരു പ്രയാസമുള്ള കാലത്ത് വന്നതാണ്, ഉടമ്പടി എടുത്ത് ഞാൻ സാക്ഷ്യം പറഞ്ഞു, പിന്നെ ഇങ്ങോട്ടൊന്നും വരാറില്ലായിരുന്നു. പിന്നെ ഉടമ്പടി ജീവിതം അവർക്കില്ല. നിങ്ങൾക്ക് ഉടമ്പടി കാലത്ത് നിൻ്റെ സാക്ഷ്യം പറഞ്ഞാൽ പിന്നെ ഉടമ്പടി ജീവിതം ഉണ്ടാകത്തില്ലെന്ന് ദൈവത്തിനറിയാം. അതാണ് ഇവിടുത്തെ പ്രശ്നം മുഴുവനും. എൻ്റെ ശരിക്കും പറഞ്ഞാൽ ആ കാര്യം കാണുന്നൊരു കാലഘട്ടത്തിൽ മാത്രമാണ് ദൈവത്തോട് നിനക്ക് ബന്ധമെന്നുള്ളതും ദൈവത്തിനറിയാം. ദൈവത്തിൻ്റെ ഈ ധാരണ നീ തിരുത്തേണ്ടി വരും. കാര്യം ദൈവത്തിൻ്റെ സ്വഭാവം നമ്മൾ ഒക്കേഷനല്ല. ഒരു ജോലി ഇല്ലാത്ത കാലത്ത് ജോലിക്ക് വേണ്ടി ഉടമ്പടി എടുത്തു, രോഗമുള്ള കാലത്ത് രോഗം മാറുമുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി. ഒരു ഇൻറ്റീരിയം അറേഞ്ച്മെൻ്റ് അല്ല ദൈവത്തിന് നിങ്ങളുമായിട്ട് റിലേഷൻസ്. അതുകൊണ്ടാണ് ദാവീദ് പറയണത് ജീവിതകാലം മുഴുവൻ. പറഞ്ഞേ, സങ്കീർത്തനം 6-ാം അവിടുത്തെ നന്മയും കരുണയും, പറഞ്ഞേ, അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. കർത്താവിന്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. അതായത് കർത്താവിൻ്റെ ഇടയനാണെന്ന് പറയുമ്പോഴേ അതിന് തുടക്കത്തിൽ എന്താ പറയണത്? കർത്താവിൻ്റെ ഇടയനാണെങ്കിൽ അതല്ല പ്രശ്നം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് അത് തിരുത്തണുണ്ടേ. കർത്താവിൻ്റെ ഇടയനാണെന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ആടുകൾക്ക് മുമ്പേ നടത്തും, അല്ലേ? തനിക്കുള്ളതിനെ എല്ലാം പുറത്തിറക്കിയിട്ട് അവൻ അവയ്ക്ക് മുമ്പേ നടക്കുന്നു. അപ്പം ഉടമ്പടിയുടെ ഒരു ചൈതന്യം എന്ന് പറയണത് മുമ്പിലും പുറകിലും എല്ലാ സ്ഥലങ്ങളും നമ്മൾ സന്ധിക്കണം ദൈവം. എന്താണ് ഉടമ്പടി എന്ന് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ബാക്കിലൂടെ വരുന്ന രണ്ട് കക്ഷികളുണ്ട്. എന്താണ്? ഇപ്പം കർത്താവിൻ്റെ ഇടയനാണെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ മുന്നിൽ നിന്ന് നയിക്കാൻ കർത്താവുണ്ട്. പിന്നെ എന്താണ്? പിന്നെ പിന്നിൽ നിൽക്കുന്ന ആരാണ്? ജീവിതകാലം മുഴുവൻ നമ്മുടെ പിന്നിൽ നിൽക്കുന്ന ആരാണ്? നന്മയും കാരുണ്യവും. നന്മ മീൻസ് ബ്ലെസ്സിങ്സാണ്, ഫിസിക്കൽ ഫേവേഴ്സ്, നിങ്ങളുടെ ജോലി, വീട്, വിവാഹം, വഴി, വെളിച്ചം, നിങ്ങളുടെ PR, പ്രൊമോഷൻ, എല്ലാ സാധനവും. അതാണ് ജീവിതകാലം മുഴുവൻ നന്മയും. പിന്നെ എന്താണുള്ളത്? കാരുണ്യം. കാരുണ്യം മീൻസ് നോട്ട് ബൈ മെറ്റർ വർക്ക് ചെയ്യണതാണ്. ഇപ്പോൾ ഐസയ, അതായത് Ephesians 2:8 എന്താ പറയണത്? Ephesians 2:8 എന്താണ്? വിശ്വാസം വഴി കൃപയാലാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ രക്ഷയുടെ അവിടുത്തെ കരുണ എന്ന് വെച്ചാൽ കൃപ തന്നെയാണ് കരുണ. അപ്പം നമ്മുടെ പിന്നിൽ വരണ എന്താണ്? ഒന്ന് ഫിസിക്കൽ ഫേവേഴ്സ് ആയിട്ടുള്ള അനുഗ്രഹങ്ങൾ. പിന്നെ എന്താ പറയണത്? നമ്മുടെ യോഗ്യതയ്ക്ക് പറ്റാത്ത കാര്യം നോട്ട് ബൈ മെറിറ്റാണ് കരുണ എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്ക് റൈറ്റ് ഇല്ല, അതിനെ നമുക്ക് യോഗ്യതയില്ല. നമുക്കൊരു വിഷയം ഉണ്ടാകണത് എന്തുകൊണ്ടാണ്? നമുക്കതിന് യോഗ്യതയില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ യോഗ്യതയില്ലാത്തത് എങ്ങനെ കർത്താവ് അഡ്രസ്സ് ചെയ്യണത്? കൃപ കൊണ്ട് അഡ്രസ്സ് ചെയ്യണത്, പവർ ഓഫ് ഗോഡ് കൊണ്ടാണ്. അപ്പോൾ ഈ ഇടയനാണെന്ന് പറയുമ്പോൾ പിന്നിൽ നിന്ന് വരണത് ഒരേ സമയം തന്നെ കൃപയും അനുഗ്രഹവുമാണ്. ദൈവത്തിൽ നമുക്ക് ലഭിക്കണ എന്തൊക്കെയാണ്? കൃപയും. ദാറ്റ്സ് പവർ ഓഫ് ഗോഡ്. അത് നിത്യത വരെ പോണതാണ്. ഈ അനുഗ്രഹങ്ങളെല്ലാം സിമിത്തേരി വരെ ഉണ്ടാകത്തുള്ളൂ. നമ്മൾ എന്ത് പ്രൊമോഷൻ കിട്ടിയെന്ന് പറഞ്ഞാലും എന്ത് ലോട്ടറി അടിച്ചെന്ന് പറഞ്ഞാലും സിമിത്തേരി കൊണ്ട് സംഭവം തരും. ബ്ലെസ്സിങ്സിൻ്റെ കുഴപ്പം ഇത് അപ് ടു ദി സിമിറ്ററി വരെ ഉള്ളൂ.
നിത്യത വരെ വരണത് കരുണയാണ്. അപ്പോൾ നിൻ്റെ ജീവിതകാലം മുഴുവൻ നീ ഫുൾ ടൈം ഈ വയറ്റിപ്പഴപ്പം മാത്രം ഇരുന്ന സിമിത്തേരി വരെയൊക്കെയുള്ള പരിപാടിയേ ഉള്ളൂ. അപ്പോൾ കർത്താവ് പറയും അവൾക്ക് ആലപ്പുഴ വരെ പോയാൽ മതി, അമേരിക്ക പോകേണ്ട കാര്യമില്ലെന്ന് പറയും. അപ്പം പിന്നെ നിങ്ങൾ അങ്ങനെ കർത്താവ് പരിഗണിച്ചാൽ മതി. യാത്രക്കാരിയെ എങ്ങനെ പരിഗണിക്കണമെന്ന് ദൈവത്തിന് അറിയണത്. അവർ ഊന്നൽ കൊടുക്കുന്നത് കൃപയ്ക്കാണോ അനുഗ്രഹത്തിനാണോ എന്ന അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് ആദ്യമേ തന്നെ കൃപയിലേക്ക് നമ്മുടെ ഫോർമാറ്റ് ചേഞ്ച് ചെയ്താൽ സംഗതി എളുപ്പമാകും. കാര്യം ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത് നമുക്ക് കൃപയുണ്ടാകാനും അത് സമർത്ഥമായി ഉണ്ടാകുവാനാണ്. കൃപയുണ്ടാകാൻ മാത്രമല്ല, അത് ബേസിക് ഗ്രേസാണ്. സമർത്ഥമായി ഉണ്ടാകണമെങ്കിൽ ഗ്രേസ് അപ്പോഴും ഗ്രേസ് ഉണ്ടാകണം. അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്ക് മേൽ കൃപയും. അപ്പോൾ ആ യോഹന്നാൻ 1:16 അതുപോലെ തന്നെ യോഹന്നാൻ 10:10 കൂട്ടി വായിക്കേണ്ടതാണ്. എന്നാൽ അവൻ്റെ നാമത്തിൽ അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്ക് മേൽ കൃപ ലഭിച്ചിരിക്കുന്നു. അപ്പൊ കൃപയുണ്ട്, ബേസിക് ഗ്രേസ് ഉണ്ട്, പിന്നെ എന്താണ് മേൽകൃപയുണ്ട്. ഈ മേൽകൃപയാണ് ഉടമ്പടി അന്വേഷിക്കുന്നത്. മേൽകൃപ അക്വേർഡ് ഗ്രേസ് ആണ്, ബേസിക് ഫണ്ടമെൻ്റൽ ഗ്രേസ് അല്ല. അത് നമുക്ക് കൂദാശയിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ്. ഈ കൂദാശയിലൂടെ ലഭിക്കുന്നത് അതിൽ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അക്വേർഡ് ഗ്രേസ്, ആർജിത കൃപ വേണം. ആർജിത കൃപയാണ് ബൈബിൾ ഉന്നം വെക്കണത്. ആ ആർജിത കൃപയാണ് ബൈബിൽ ഉന്നം വെക്കണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് കർത്താവ് പറയണത്. എന്താ പറയണത്? അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് അല്ല, ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനും. അപ്പൊ സമൃദ്ധമായ ഒരു കൃപയെക്കുറിച്ച് ഈശോ സ്വപ്നം കാണുന്നുണ്ട്. ഒരു കേവല കൃപയും ഉണ്ട്. ഈ കേവല കൃപയും മീഡിയം കൃപയും സമൃദ്ധമായ കൃപയും എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നിത്യതയിൽ ഈ ഗ്രഡേഷൻസ് വരുന്നുണ്ട്. ചില പുനരുദ്ധാനം ചെയ്ത ആത്മാക്കൾ, ചിലത് സൂര്യനെ പോലെ ഇരിക്കും, സമൃദ്ധമായ കൃപയാണ്. ചില ചന്ദ്രനെ പോലെ ഇരിക്കും, ചിലത് നക്ഷത്രങ്ങളെ പോലെ ഇരിക്കും. സൂര്യന്റെ തേജസ് ഒന്ന്, സൂര്യന്റെ തേജസ് ഒന്ന്, ചന്ദ്രന്റേത് മറ്റൊന്ന്, നക്ഷത്രങ്ങളുടേത് വേറൊന്ന്. നക്ഷത്രങ്ങൾ തമ്മിലും തേജസ്സിന് വ്യത്യാസമുണ്ട്. ഇപ്രകാരം തന്നെയാണ് മരിച്ചവരുടെ പുനരുദ്ധാനവും. അപ്പൊ മരിച്ചവരുടെ പുനരുദ്ധാനം എന്ന് പറയുമ്പോൾ തന്നെ ആത്മാക്കൾക്ക് നേടിയെടുത്തിരിക്കുന്ന കൃപയ്ക്ക് ആനുപാതികമായിട്ട് സൂര്യകൃപയുണ്ട്, ചന്ദ്രകൃപയുണ്ട്. എന്നുവെച്ചാൽ ദൈവത്തെ ആസ്വദിച്ച് ആനന്ദിക്കുന്ന ആനുപാതികം ഗ്രഡേഷനായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എത്ര അധ്വാനിച്ചാലും നമുക്ക് നഷ്ടമില്ല. ചില മൊണ്ണകളെന്ന് പറയുന്നത് വിചാരിക്കുന്നത് 4 പെണ്ണും പിടിച്ച് 5 ഡൈവേഴ്സ് ചെയ്താൽ 10 അബോർഷനായിട്ട് ജീവിച്ചാലും മതി, അവസാനം അച്ഛനെ വിടുന്ന കുമ്പസാരിച്ചിട്ട് ചത്തുപോയാലും സ്വർഗം കിട്ടുമെന്നാണ്. ഞൊട്ടേണ്ടി വരും. കാര്യം മനസ്സിലാക്കണം നിങ്ങൾ. ആണ്ടിലൊരിക്കലും കുമ്പസാരിക്കാൻ വേണ്ടി പറഞ്ഞതിൻ്റെ അനുഭവമാണ് ഇപ്പോൾ ജനത്തിൻ്റെ അനുഭവിക്കുന്ന ആധ്യാത്മിക ദാരിദ്ര്യം. ഉടമ്പടി സമ്മതിക്കത്തില്ല. അത് ഉടമ്പടി പറയും നിങ്ങൾ എപ്പോഴും വിശുദ്ധിയിൽ ജീവിക്കണം. എന്താ കാരണം വെച്ചാൽ 2 ആഴ്ചയിൽ ഒരിക്കലും നിങ്ങൾ കുമ്പസാരിച്ചിരിക്കണം. എന്തിനാണ് കുമ്പസാരിക്കണേ? പ്രത്യാശ എന്ന പുണ്യവും കൺഫ്യൂഷനോടെ ബന്ധപ്പെട്ടിരിക്കുന്നത്. വിശ്വാസത്തിൻ്റെ അടുത്ത നടപടി എന്താണ്? പ്രത്യാശ. നമ്മൾ ആരാണ് പ്രത്യാശിക്കണത്? നമ്മൾ പ്രത്യാശിക്കുന്നത് എന്തിലാണ്? അവൻ്റെ വരവിനെക്കുറിച്ച് പ്രത്യാശിക്കുകയാണ്. അവൻ്റെ വരവിനെക്കുറിച്ച് പ്രത്യാശിക്കുന്നവർക്ക് എന്താണുള്ളത്? അവർ ഒരുങ്ങിയിരിക്കും. കർത്താവ് 17 പ്രാവശ്യം പറഞ്ഞില്ലേ, ഒരുങ്ങിയിരിക്കുവിൻ, തയ്യാറായിരിക്കുവിൻ, ജാഗരൂകരായിരിക്കുവിൻ. 17 പ്രാവശ്യമാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഈ പ്രത്യാശ എന്ന് പറയുമ്പോഴേ നമ്മൾക്കുള്ള പ്രത്യാശയുടെ ഭാഗമായിട്ട്, പ്രത്യാശ എന്ന് പറഞ്ഞിട്ട് ഈ വരാത്ത വണ്ടിയും കാത്തിരിക്കണ പോലെയുള്ള വാട്ടം നോക്കിയിരിക്കുന്ന ഇപ്പം അല്ല. വിശുദ്ധിയിൽ ജീവിക്കുന്നവരാണ് പ്രത്യാശ ജീവിക്കുന്നത്. വിശുദ്ധിയും പ്രത്യാശയും നമ്മളെ ബന്ധപ്പെട്ടിരിക്കുന്നത്. എന്താണ് നിങ്ങൾ പ്രത്യാശിക്കുന്നത്? കർത്താവിൻ്റെ വരവ്, നിത്യതയാണ് പ്രത്യാശിക്കുന്നത്. അതിന് നമ്മളെന്ത് ചെയ്യണം? നമ്മളെ വിശുദ്ധരായി എൻ്റെ മുമ്പിൽ കവനൻ്റെ ഉടമ്പടി എടുക്കുന്നവരെ നിങ്ങൾ എൻ്റെ മുമ്പിൽ വ്യാപരിക്കണം. പിന്നെ കുറ്റമറ്റവരായിരിക്കണം. കുറ്റമറ്റവരായിരുന്ന മാത്രം പോരാ, അത് കർത്താവിനെ കാണാത്ത, പരിശുദ്ധ അമ്മയെ കാണാത്ത എബ്രാഹത്തിൻ്റെ ഭർത്താവിൻ്റെ എബ്രാഹത്തിനോട് അങ്ങനെ പറഞ്ഞാലേ ആ വേദപാഠം വിലപ്പോകത്തുള്ളൂ. ഇപ്പോൾ കർത്താവ് നിൻ്റെ പാപത്തിന് പരിഹാരം ചെയ്തിരിക്കുകയും അവൻ്റെ നാമത്തിൽ കൃപ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തപ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ ഇക്കാലത്ത് വ്യാപരിക്കണമെങ്കിൽ കുറ്റമറ്റവനായിരുന്ന പോരാ, കൃപ നിറഞ്ഞവരായിരിക്കണം. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഒരുങ്ങിയിരിക്കുക എന്ന് വെച്ചാൽ ഇക്കാലങ്ങളുടെ അർത്ഥം കൃപ നിറഞ്ഞ് ഇരിക്കുക എന്നതിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ? പ്രത്യാശ എന്ന് പറഞ്ഞത് കൃപ നിറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥകളാണ് ഉള്ള ആൾക്കാർക്ക് മാത്രമേ പ്രത്യാശ ഉണ്ടെന്ന് പറയാൻ പറ്റത്തുള്ളൂ. പഴയ കുറ്റമറ്റവനായിരിക്കുന്നതിൻ്റെ സ്ഥാനത്താണ് ഇന്ന് കൃപ സ്ഥാനം പിടിച്ചിരിക്കുന്നത്. ആ കൃപയുടെ വസ്ത്രം, കല്യാണ വസ്ത്രം അണിഞ്ഞിട്ടാണ് നമ്മൾ ഹെവൻലി ബാങ്കറ്റിലേക്ക് പ്രവേശിക്കുന്നത്. അവിടെയാണ് മണവാളം വരുന്നത്. മണവാളം വരുമ്പോൾ കല്യാണ വസ്ത്രം ഇല്ലാത്തവനെ കണ്ടാൽ എന്ന് പറയും. ഈശോ പറഞ്ഞ വാക്കുകൾ വളരെ സൗമ്യനാണ്, ക്ഷമയുള്ളവനാണ്, സ്നേഹമുള്ളവനാണ്. പക്ഷേ കൃപയില്ലാത്തവരെ കാണുമ്പോൾ കെറ്റൗട്ട് എടുക്കണമെന്ന് യാതൊരു ഭംഗിയുമില്ല. മണവാളൻ രാജാവ് ആ ബാങ്കറ്റിലേക്ക് കടന്നു വന്നു. അപ്പോൾ കല്യാണ വസ്ത്രമില്ലാത്ത ഒരാളെ അവിടെ കണ്ടു. സ്നേഹിത, നിൻ്റെ കല്യാണ വസ്ത്രം എന്തേന്ന് ചോദിക്കുമ്പോൾ അയാൾ പറഞ്ഞു ജപ എന്ന് പറഞ്ഞു. അപ്പോൾ ഈശോ എന്ന് പറഞ്ഞു ഗെറ്റ് ഔട്ട്, കോംപ്രമൈസ് ഇല്ല. എന്താ? അവൻ്റെ രക്തത്താൽ വീണ്ടെടുത്തതാണ് കൃപ.
അതിന് മാനിക്കാത്ത പട്ടിക്കാടുന്ന വിലയില്ലാത്ത ജീവിതകാലം വയറേ 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 ഉദരമാണ് അവരുടെ ദൈവം. തിരുപ്പി 3:19 നാശമാണ് അവരുടെ അവസാനം, നാശമാണ് അവരുടെ അവസാനം, ഉദരമാണ് അവരുടെ ദൈവം, ഉദരമാണ് അവരുടെ ദൈവം. ലജ്ജാകരമായതിൽ അവർ അഭിമാനം കൊള്ളുന്നു, ലജ്ജാകരമായ കാര്യങ്ങളിൽ അവർ അഭിമാനം കൊള്ളുന്നു. ഈ കാലഘട്ടം അതാണ്. ആണും തമ്മിൽ ബന്ധപ്പെട്ട് ജീവിക്കുന്നു, അതിന് സഭ ഓശാന പാടണം. പെണ്ണും ബന്ധപ്പെട്ട് ജീവിക്കുന്നു, ലെസ്ബിയനിസം, അതിന് സഭ ഓശാന പാടണം. ഓരോരുത്തർ ലിവിങ് ടുഗദർ നടത്തുന്നു, അവരെന്നിട്ട് ഗർഭിണിയാകുന്നു, അതുപോലെ ഗുളിക കഴിച്ച് കളയുന്നു, അതിന് സഭ ഓശാന പാടണം. അപ്പോൾ സഭയിൽ ഇങ്ങനെയുള്ള ആൾക്കാരില്ല എന്നുണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ സഭ കാലിയാകും. അതുകൊണ്ട് എന്ത് ചെയ്യും? ഒരു തൊഴുത്ത് ഒരു ആട്ടും പറ്റും ആകണമെന്ന് കർത്താവ് പറഞ്ഞു പിടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം തെറ്റിദ്ധരിച്ചിട്ട് എന്നാ ചെയ്യണമെന്നറിയാവുക? എല്ലാ കണ്ടാമൃഗങ്ങളെയും കന്നുകാലികളെയും കൂടി കയറ്റിയിട്ട് മുട്ടനാടിനെയും കൊമ്പുള്ളതിനെയും എല്ലാത്തിനെയും കൂടിയിട്ട് എല്ലാ സാധ്യതയും കയറ്റാൻ വേണ്ടി ഒരു തൊഴുത്താക്കാൻ വേണ്ടി തൊഴുത്തിൻ്റെ വിസ്താരം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണിപ്പോൾ സഭയിൽ സംഭവിക്കുന്നത്. അത് എല്ലാത്തിനോടും ഓശാന പാടിക്കൊണ്ട് എല്ലാ തിന്മകളെ അകത്ത് സംഭവിച്ചിട്ട് എല്ലാവരും അകത്ത് കയറ്റാൻ വേണ്ടി ഒരു തൊഴുത്താക്കാൻ വേണ്ടി തൊഴുത്തിൻ്റെ വീതി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ദിസ് ഇസ് നോൺ സെൻസ്. ഇത് കർത്താവ് ആഗ്രഹിക്കണില്ല. ശ്രുതിയുടെ ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശിവയത്തിന്മേൽ ശക്തികൾക്കെതിരായി ആത്മീയ ആയുധങ്ങൾ ഉപയോഗിച്ച് വരുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇനി ഈശോയുടെ ബൈ നേച്ചർ പഠിക്കണം നല്ലതായിരിക്കും. ഈശോയുമായിട്ടല്ല നിങ്ങൾ ഡീൽ ചെയ്യണത്. മാതാവ് അതിനുള്ള മരിയനതൊരു മാർഗമാണ് കേട്ടോ. ലക്ഷ്യമാരാണ് ക്രിസ്തുവാണ്. അപ്പോൾ ഈശോയുമായിട്ട് ഡീൽ ചെയ്യണമെങ്കിൽ ഈശോയുടെ സ്പെഷ്യൽ നേച്ചർ നമ്മൾ പഠിക്കിട്ടിരിക്കണം. അത് ഇതുപോലെ ഉത്തരം തരാത്ത നേച്ചർ, ഉത്തരം തരുന്ന നേച്ചറല്ല. ഉത്തരം തരുന്ന നേച്ചറുണ്ട്. ഈശോയുടെ ഉള്ളിൽ പ്രകൃതിയിൽ പ്രകൃതത്തിൽ സ്വഭാവത്തിൽ ഫ്ലാറ്റായിട്ട് ഉത്തരം കൊടുക്കാത്ത സ്വഭാവമുണ്ട്. അത് നമ്മൾ അറിയണം. പ്രത്യേകിച്ച് നിർണായകമായ സമയത്ത് ഉത്തരം തരത്തില്ല. അതറിയണമെന്നുണ്ടെങ്കിൽ മർക്കോസിൻ്റെ 6:48 വായിച്ച്. മർക്കോസ് 6:48. ശ്രുതിയുടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ. മർക്കോസ് 6:48. അവർ വഞ്ചി തുഴഞ്ഞ് അവശരായി എന്ന് അവൻ മനസ്സിലാക്കി. ഒന്ന് പറഞ്ഞേ. അവർ വഞ്ചി തുഴഞ്ഞ് അവശരായി. തീർന്നില്ലേ? ഇപ്പം 3 പുതുക്കി അവശരായ ആൾക്കാരുണ്ട്. ഉടമ്പടി 3 പുതുക്കിയിട്ട് ഉടമ്പടി അവിടെ, അതായത് 3 പുതുക്കണ പേപ്പർ കാണിക്കുമ്പോൾ തന്നെ അവിടെ നിന്ന് ചീട്ട് തരും. കാരണം നിങ്ങളുടെ കാര്യം പറയുമ്പോൾ നിങ്ങളുടെ വിഷയം അത്ര സീരിയസ് അല്ലെങ്കിൽ പോലും അവർ ചീട്ട് തരും. എന്താ കാര്യം? 3 പുതുക്കിയിട്ട് കുറേ കാര്യം നടന്നു കാണുവേ. അപ്പം നടക്കാത്ത ചില കാര്യങ്ങളുണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ ആ ഉടമ്പടി ഗ്രേഡ് നമ്മളല്ലേ ഇവിടെ നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ തന്നെ അത് ഹോണർ ചെയ്തില്ലേ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ആ 3 പുതുക്കുകയാണെന്ന് കണ്ടു കാണെങ്കിൽ അവർ ചീട്ട് തരും. ചില വീട് വരുമ്പോൾ വലിയ കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല, എന്നാൽ തന്നെയും ചില വിഷയം സീരിയസ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ സീരിയസ് ആകുമ്പോൾ ഈ പറഞ്ഞ വഞ്ചി തുഴഞ്ഞ് നമ്മുടെ ജീവിതം അവരെന്താ പറഞ്ഞത്? എന്താ ഇരിക്കുന്നത്? അവര് മർക്കോസ് 6:48. അവർ വഞ്ചി തുഴഞ്ഞ് അവശരായി എന്ന് അവൻ മനസ്സിലാക്കി. ആരാ മനസ്സിലാക്കിയത്? ഇപ്പം മനസ്സിലാകാതിരിക്കുന്ന അവസ്ഥ ഒന്നും ഇല്ല. മനസ്സിലായില്ലേ? ഒന്ന് പറഞ്ഞേ. അവർ വഞ്ചി തുഴഞ്ഞ് അവശരായെന്ന് അവൻ മനസ്സിലാക്കി. അപ്പൊ നിങ്ങളെ പരീക്ഷ എഴുതി അവശരായെന്ന് അവൻ മനസ്സിലാക്കി. അവൻ മനസ്സിലാക്കുന്നുണ്ട് നിന്റെ അവശത. നിനക്ക് ജപ്തി നടപടിയായിട്ട് നീ അവശരായിട്ടിരിക്കുകയാണ്. നിനക്ക് ബാങ്കുകാർ പോലും സിവിൽ പോയിന്റ്സ് ഇല്ലാത്ത കാരണം നിനക്ക് ലോൺ തരുന്നില്ലെന്ന് അവൻ മനസ്സിലാക്കി. നിന്റെ മകൾക്ക് 38 വയസ്സുണ്ടായിട്ട് കെട്ടാൻ പറ്റണില്ലെന്ന് അവൻ മനസ്സിലാക്കി. നിന്റെ മകൾക്ക് 19 വയസ്സ് കല്യാണം കഴിഞ്ഞ് 19 കൊല്ലമായിട്ട് മക്കളില്ലെന്നും നീ ഈ കാര്യത്തിൽ പ്രാർത്ഥിച്ച അവസ്ഥയാണെന്നും അവൻ മനസ്സിലാക്കി. കൈ ഇടിച്ച് കിടത്താൻ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്താണ് അവൻ മനസ്സിലാക്കിയത്? അവർ കടലിലാണ്, നടുക്കടലിലാണ്, കരകാണാത്ത കടലിലാണ്, കരകാണാത്ത കടത്തിലാണ് പറഞ്ഞ അവൻ. എന്നിട്ട് എന്ത് ചെയ്ത്? അതിനെതിരെ തുഴഞ്ഞ് കയറാൻ വേണ്ടി തുഴഞ്ഞ് അവർ സ്വന്തമായിട്ട് പരിശ്രമിക്കുന്നുണ്ട്, പലതരത്തിൽ പരിശ്രമിക്കുന്നുണ്ട്. പക്ഷേ എന്താ പറ്റണത്? ഫലം എന്താണ്? അവശതയാണ്. എത്ര കഷ്ടപ്പെടുന്നുണ്ട്, പക്ഷേ അവശതയാണ് ഫലം. പക്ഷെ ആര് മനസ്സിലാക്കി? അവൻ മനസ്സിലാക്കി. നിന്റെ ജീവിതത്തിൻ്റെ തീരത്ത് നീ അണയുന്നവരെ നിന്റെ ജീവിത അവസ്ഥകളോട് നീ മല്ലിട്ടുകൊണ്ട് നീ അവശ്യാകുന്നത് മനസ്സിലാക്കുന്ന ഒരു ദൈവമാണ് നിന്റെ. കൈയിടിച്ച് കർത്താൻ. അടുത്ത വചനം വായിച്ചോളൂ. കാരണം കാറ്റ് പ്രതികൂലമായിരുന്നു. അവർ അവസരമായിരുന്നു. എന്താണ് കാരണം? എന്താണ്? കാറ്റ് പ്രതികൂലം. അപ്പം നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയാണ്, കാറ്റ് പ്രതികൂലമാകും ചില സമയത്ത്. ചില ബന്ധുക്കാരെല്ലാം ഈ അവൻ്റെ ആദർശൻ്റെ സാക്ഷ്യം എന്താ? ആദർശന് മര്യാദക്കൊരു ജോലി ഉണ്ടായിരുന്നവനാണ്. മര്യാദക്കൊരു ജോലി ഉണ്ടായിരുന്നതാണ്. അത്യാവശ്യം ശമ്പളം കിട്ടുമായിരുന്നു. അപ്പോൾ അവനാണ് തലയിൽ ജർമ്മൻ പഠിക്കണമെന്ന് ജർമ്മനിയിൽ പോകണമെന്ന് തോന്നിയത്. അപ്പോൾ ആ ശമ്പളം ഉണ്ടായിരുന്ന ജോലി, നാട്ടിൽ വലിയ കുഴപ്പമില്ല ജീവിക്കാൻ പറ്റിയ ജോലി ഉണ്ടായിരുന്ന രാജിവെച്ചപ്പോൾ എന്ത് പറ്റി? ബന്ധുക്കൾ, സ്വന്തപ്പെട്ട നാട്ടുകാർ പിന്നെ പൊട്ട, പോഴ, വിഡ്ഢി എന്നൊക്കെ വിളിച്ച് കാറ്റ് പ്രതികൂലമായിരുന്നു. അതാണ് കർത്താവിൻ്റെ വചനം. ഇപ്പം ചില സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്ത തെറ്റിനെ
നിങ്ങൾ അവശരാകുമ്പോൾ നാട്ടുകാരും വീട്ടുകാരും നിങ്ങളെ പൊട്ടാപ്പോഴ വിഡ്ഢിയെന്നൊക്കെ വിളിക്കും. അപ്പം നിങ്ങൾ അവശരാകുന്ന സമയത്ത് തന്നെ നിൻ്റെ സാഹചര്യവും നിൻ്റെ വീട്ടു സാഹചര്യവും നിനക്കെതിരാകും. എന്നിട്ടും തുഴയുന്നവനാണ് അവരിൽ വിശ്വസിക്കുന്നവൻ. കൈയടിച്ച് പ്രശ്നമാണ്. അപ്പം കാറ്റ് പ്രതികൂലമായിരുന്നു. സാഹചര്യം, ബന്ധുക്കൾ, സ്വന്തപ്പെട്ടവർ, ഭർത്താവ്, ഭാര്യ, കുഞ്ഞുങ്ങൾ എല്ലാവരും ചില സമയത്ത് പ്രതികൂലമാകും. അത് നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥയാണ്. എങ്കിലും ഹി വെന്റ് ഓൺ, എന്നിട്ടും നമ്മൾ മുന്നോട്ട് പോകും. എന്താ കാരണം? അടുത്ത വചനം ഇതിനേക്കാൾ കഷ്ടമാണ്. അടുത്ത വചനം വായിച്ചേ. രാത്രിയുടെ 4-ാം യാമത്തിൽ. രാത്രിയുടെ 4-ാം യാമത്തിൽ. രാത്രിക്ക് എത്ര യാമം ഉണ്ടെന്ന് അറിയാമല്ലോ. രാത്രിയുടെ 4-ാം യാമമാണ് ഇത്. എത്രയാണ് വചനം? എത്രയാണിത്? മർക്കോസ് 6, 48, 49, 50 വചനങ്ങളിലൂടെയാണ് പോണത്. ഇപ്പം എന്തൊക്കെ പ്രശ്നമുണ്ട്? കാറ്റ് പ്രതികൂലമായിരുന്നു. അപ്പം എന്ത് സംഭവിച്ചു? രാത്രിയുടെ 4-ാം യാമം. ഉടമ്പടി 4-ാമത്തെ പ്രാവശ്യം പുതുക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ കർത്താവ് വരാൻ പോണത്. മനസ്സിലായില്ലേ? കാര്യം 1-ാം യാമം ഉണ്ട്. അത് 6 തൊട്ട് 9 മണി വരെയാണ്. ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം യഹൂദൻ്റെ കണക്കാണിത് ബൈബിളിലുള്ളത്. അത് 6 മണി തൊട്ട് രാത്രി 9 മണി വരെയാണ് 1-ാം യാമം. 9 to 12, 12 രാത്രി 2-ാം യാമം. 12 to 3 മണി, വെളുപ്പിന് 3 മണിയാണ് 3-ാം യാമം. 3 മണി തൊട്ട് 6 മണി വരെ നേരം വെളുക്കാനായി. 3 മണി തൊട്ട് 6 മണി വരെ. അപ്പം രാത്രിയുടെ 4-ാം യാമത്തിൽ ഓർക്കുക, കർത്താവിൻ്റെ സ്വഭാവം പഠിക്കുക. 1-ാം യാമത്തിൽ വന്നില്ലെങ്കിൽ വരികത്തില്ലെന്ന് ചിന്തിക്കരുത്, അത് അല്പക്രിസ്ത്യാനിയാണ്. 2-ാം യാമത്തിൽ അവന് ഉത്തരം തന്നില്ലെങ്കിൽ അവൻ വരത്തില്ലെന്ന് ചിന്തിക്കരുത്, അത് നീ അവിശ്വാസിയാണ്. 3-ാം യാമത്തിൽ അവൻ വന്നില്ലെങ്കിൽ നീ അവൻ വരത്തില്ലെന്ന് ചിന്തിക്കരുത്. അങ്ങനെ തന്നതിനാൽ ദൈവം നിന്നെ മനുഷ്യനായിട്ട് പോലും കരുതത്തില്ല. എന്താ കാരണം? 4-ാം യാമത്തിലും അവൻ വരാൻ സാധ്യതയുണ്ട്. കാര്യം അവൻ നിനക്ക് വേണ്ടി വില കൊടുത്ത് നിന്നെ വീണ്ടെടുത്ത ദൈവമാണ്. ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് 48, 49, 50. അടുത്ത വചനം വായിച്ചേ. രാത്രിയുടെ 4-ാം യാമത്തിൽ അവൻ കടലിനു മീതെ നടന്ന് അവരുടെ അടുത്തെത്തി അവരെ കടന്നു പോകാൻ ഭാവിച്ചു. ഇതാണ് പ്രശ്നം. രാത്രി 4-ാം യാമത്തിൽ അവൻ നേരെ വന്ന് വള്ളത്തിൽ കയറിയതല്ല ചെയ്യുന്നത്. രാത്രി 4-ാം യാമത്തിൽ അവൻ കടലിൻ്റെ മീതെ നടന്നു വന്നു. നിന്റെ ദൈവം ഏത് കടലിൻ്റെ മീതെയും കാറ്റിൻ്റെ മീതെയും അവൻ നടന്നു വന്ന് നിന്റെ വീണ്ടെടുപ്പ് നടത്തും. ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ചിലർക്ക് പറ്റുന്ന അവസ്ഥ എന്താണെന്നറിയാവോ? ഈ 1-ാം യാമത്തിൽ അവരുടെ വിഷയത്തിന് മേൽ ദൈവം കടന്നു വന്നില്ലെങ്കിൽ അവർ സ്റ്റോപ്പ് ചെയ്യും. പ്രാർത്ഥനാ ജീവിതം സ്റ്റോപ്പ് ചെയ്യും. ഉടമ്പടി ജീവിതം സ്റ്റോപ്പ് ചെയ്യും. 2-ാം യാമത്തിൽ വന്നില്ലെങ്കിൽ വേറെ കുറേ ആൾക്കാർ സ്റ്റോപ്പ് ചെയ്യും. 3-ാം യാമത്തിൽ വന്നില്ലെങ്കിൽ അടുത്ത കുറേ ആൾക്കാർ സ്റ്റോപ്പ് ചെയ്യും. ഈ 4-ാം യാമക്കാരാണ് ദൈവത്തിന്റെ സ്വന്തം ആൾക്കാർ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഈ 4-ാം യാമത്ത് വരുന്ന ഈശോ എന്താ ചെയ്യണത്? ഇത്രയും 3 യാമങ്ങളും പ്രാർത്ഥിച്ച് കഷ്ടപ്പെട്ടും കരഞ്ഞും കൂവിയും ഈ മനുഷ്യൻ കാത്തിരിക്കുമ്പോൾ നേരെ വന്ന് വള്ളത്തെ കയറേണ്ടതല്ലേ ചെയ്യേണ്ടത്? കേണില്ല. എന്താ ചെയ്യണത്? അവരെ കടന്നു പോകാൻ ഭാവിച്ചു. ഈ കടന്നു പോകാൻ ഭാവിക്കുന്ന കർത്താവിനെ നിങ്ങൾ തിരിച്ചറിയണം. എന്തിനാണ് ഇങ്ങനെ കടന്നു പോകാൻ പ്രാർത്ഥിക്കണത്? അതായത് ഈ മനുഷ്യർ അവൻ്റെ റിസ്കിലും വിശ്വാസത്തിലും അവൻ്റെ പ്രത്യാശയത്തിലും ദൈവസ്നേഹത്തിലും ഈശോയെ ക്ഷണിക്കണം. ഈ ഭാവിക്കുന്ന കർത്താവിനെ നമ്മൾ സാധാരണ ക്ഷണം കൊണ്ട് ഒക്കത്തില്ലെന്ന് ഉറപ്പായി. എന്താ കാര്യം വെച്ചാൽ നമ്മുടെ വിശ്വാസവും ഇപ്പം അപ്പോസ്തലന്മാർ എന്താ പറയുക? ഗുരു, ആ ഉറക്കം എന്തായിരുന്നു? അതൊരു ഭാവിക്കലായിരുന്നു ഇല്ലേ? 4:32 മർക്കോസ് പറഞ്ഞില്ലേ, അവൻ വള്ളത്തിൻ്റെ തോണി കിടന്ന് ഉറങ്ങിയപ്പോൾ കൊടുങ്കാറ്റ് വന്ന് കടക്ഷോഭം ഉണ്ടായി. വള്ളം ഇങ്ങനെ ഈ തിരമാലകളിട്ട് അമ്മാനമാടുകയാണ്. അമ്മാനമാടുന്നൊരു വള്ളത്തിൽ കിടന്ന് ഉറങ്ങാൻ വല്ലവർക്കും പറ്റുക? ശ്രാങ്കമാർക്ക് പോലും പറ്റത്തില്ല, പരിചയമുള്ള. അതായത് അപ്പോൾ എന്നിട്ടും കർത്താവ് ഉറങ്ങിയെന്ന് പറയുമ്പോൾ അത് ഉറക്കമാണ്, അത് ഭാവിക്കലാണെന്ന്. അത് പറഞ്ഞു തരണമെങ്കിൽ പരിശുദ്ധാത്മാവ് ഉണ്ടാകണം നിൻ്റെ കൂടെ. നിൻ്റെ വീട്ടിൽ നിൻ്റെ കർത്താവുണ്ട്. അവൻ ഉറക്കം ഭാവിക്കണമെങ്കിൽ ദൈവവേദലെ നിൻ്റെ ഭാഗത്തുനിന്ന് ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു വിളി ഉണ്ടാകണം. എന്താണ്? ഞങ്ങൾ നശിക്കുന്നു, അത് നിനക്ക് യാതൊരു ഗൗരവമില്ലേ? എൻ്റെ കർത്താവേ, ഞങ്ങൾ പോകാൻ ആഗ്രഹിച്ചപ്പോഴാണ് ഇപ്പോൾ അപ്പന് ക്യാൻസർ വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ വിഷയത്തിൽ ഞങ്ങളെ പരീക്ഷിക്കരുത് എന്ന് പറയണമെങ്കിൽ ഒരു ബന്ധമുണ്ടാകണം. ഭാവിക്കുന്ന ഈശോയുടെ പണ്ട് മുതലുള്ളൊരു സ്വഭാവമാണ്. അതായത് നമ്മളുടെ കൂട്ടായ്മയിലേക്ക് കർത്താവ് കടന്നു വരണമെങ്കിൽ ഈ ഭാവിക്കൽ എന്ന് പറയുന്ന എന്താ സംഭവം? കടന്നു പോകാൻ ഭാവിക്കുക. അതിൻ്റെ അർത്ഥം എന്താ? ഉറങ്ങുന്നതായിട്ട് ഭാവിക്കുക. ഇങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കണത്? നമ്മൾക്ക് നെറ്റിഫെറ്റിൽ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്നുള്ള ഇഫക്റ്റാണ് ഉള്ളത്. അറിയാമല്ലോ. ദൈവത്തിന് ഭാവിക്കലാണത്. നമ്മളെ പറ്റിക്കലാണ്, കളിപ്പിക്കലാണ്. പക്ഷെ നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മുടെ വിസ പ്രോസസ് നടക്കണില്ല, PR കിട്ടണില്ല, ഇപ്പം തന്നെ ജപ്തിക്ക് ഓർഡർ വന്ന് നമ്മൾ അനുഭവിക്കുന്നത് ഭയങ്കരമായ സങ്കടങ്ങളാണ് അനുഭവിക്കുന്നത്. ഈ സങ്കട സമയത്തുള്ള ഭാവിക്കലിന് ദൈവത്തെ കക്ഷി ചേർക്കുന്നതിന് നിലവിലുള്ള നിൻ്റെ
ആശാരം പൂശാരം വിശ്വാസം പോരെന്നർത്ഥം, ആത്മബന്ധം ഉണ്ടാവണം നടത്തം. മനസ്സിലായില്ലേ? ഇതുകൊണ്ടാണ് ഉടമ്പടി ചെയ്യുമ്പോൾ അത് ഇത്തിരി മെനയായിട്ട് ചെയ്യണം, വൃത്തിയായിട്ട് ചെയ്യണം. ആക്കാനും വേണ്ടി ഓക്കാനിക്കണം അർത്ഥം. എൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ ഉടമ്പടി ചെയ്തു, ഞാൻ അവൻ തന്നാലും തന്നില്ലേലും ഞാൻ കർത്താവിനോട് ഉടമ്പടിയായിട്ട് ജീവിക്കും. ശ്രദ്ധിക്കട്ടെ. അടയാളങ്ങൾ കാണാത്തപ്പോഴും വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് ജീവിക്കുക. ആരാധനയിലൂടെ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ.